പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നാളെ ഉത്തരവ് പറയും. SFI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ഒരു ഉത്തരവാണ് നാളെ വരാൻ പോകുന്നത്. നേരത്തെ ഈ വിധി വരുന്നത് വരെ കടുത്ത നടപടികൾ പാടില്ല എന്ന് SFIക്ക് നിർദ്ദേശം കോടതി നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു. എത്രത്തോളം നിർണായകമാണ് നാളത്തെ വിധി, മനീഷ്? റിജിത്ത്, തീർച്ചയായും. കാരണം SFIയുടെ അന്വേഷണം റദ്ദാക്കുകയാണെങ്കിൽ അത് ഒരു വലിയ നേട്ടമായി തന്നെ വേണം. ഈ പറഞ്ഞ രീതിയിൽ എക്സാലോജിക്കും അതുപോലെ തന്നെ വീണ വിജയനും ഒക്കെ വലിയ ആശ്വാസമാവുന്ന വിധിയായിരിക്കും കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതല്ല, അന്വേഷണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോടതി നിർദ്ദേശമെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും SFIയുടെ അന്വേഷണം റദ്ദാക്കണമെന്നുള്ളതാണ് എക്സാലോജിക്കിന്റെ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം സമാനമായി അത് ഒരേ കേസിൽ രണ്ട് അന്വേഷണം നടക്കുന്നതിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എക്സാലോജിക്ക് എന്തായാലും ഈ ഒരു ഹർജിയിൽ വാദം എല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത് നിലവിൽ. പക്ഷേ SFIO പറയുന്നത് പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തന്നെ കൃത്യമായ ക്രമക്കേടുകൾ ഈ കേസിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് CMRLലും KSFDCയിലും ഒക്കെ നടത്തിയ പരിശോധനയിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇൻകം ടാക്സ് രേഖകളിൽ 135 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്, അതായത് സംഭാവനയായി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സേവനമൊന്നും വാങ്ങാതെയാണ് 1,76,00,000 രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ള കണ്ടെത്തലുകളെല്ലാം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ SFIയുടെ അഭിഭാഷകർ കൃത്യമായി തന്നെ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് വാദങ്ങളും കേട്ടതിന് ശേഷമാണ് എന്തായാലും കേസ് വിധി പറയാനായി മാറ്റിയിട്ടുള്ളത്. നാളെ ഉച്ചയ്ക്ക് 2:30-ക്കാണ് ജസ്റ്റിസ് നാഗപ്രസന്നയാണ് കേസ് പരിഗണിക്കുക. വളരെ വേഗത്തിൽ തന്നെ വിധി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരുമായി കേരളം നടത്തിയ ആദ്യഘട്ട ചർച്ച പരാജയം. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സെക്രട്ടറി തല ചർച്ച തുടരും. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനായി സുപ്രീം കോടതിയാണ് ചർച്ചയുടെ വഴി തുറന്നത്. കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ചർച്ച വേണ്ടത്ര ബലം കണ്ടില്ല. ന്യായമായി ലഭിക്കേണ്ട കാര്യങ്ങളിൽ പോലും അനുകൂല തീരുമാനമുണ്ടായില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ഇപ്പോൾ യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിന് അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. സംസ്ഥാനം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് അതൃപ്തി ഉണ്ടാകേണ്ട കാര്യമില്ല. ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് പങ്കെടുത്തത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തില്ല. കേന്ദ്രത്തിന്റെ പ്രതിനിധികളായി ധനകാര്യ സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും വരെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടരാനാണ് കേരളത്തിന്റെ നീക്കം. 24 ഡൽഹി. കിഫ്ബിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി CAG ഓഡിറ്റ് റിപ്പോർട്ട്. കിഫ്ബി കടമെടുപ്പ് സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്നതായി വിശദീകരിക്കുന്ന റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. ബജറ്റിന് പുറത്തുള്ള കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഭൂമി പതിച്ച് നൽകുന്നതിലെ ഗുരുതര ക്രമക്കേടുകളും CAG റിപ്പോർട്ടിലുണ്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടം സർക്കാരിന്റെ അധിക ബാധ്യതയാണെന്നാണ് CAGയുടെ നിലപാട്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ബജറ്റിലൂടെ സ്വന്തം വരുമാനമെടുത്ത് കിഫ്ബിയുടെ കടബാധ്യതകൾ തീർക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്ന വാദം അംഗീകരിക്കാനാവില്ല. പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടിയുടെ വായ്പയും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണെന്ന് CAG പറയുന്നു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയമസഭയിൽ വിശദീകരിക്കാതെ നിയമസഭയുടെ പൊതു സാമ്പത്തിക മാനേജ്മെന്റ്, മേൽനോട്ടം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ വെള്ളം ചേർത്തു. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG കുറ്റപ്പെടുത്തി. ധനക്കമ്മിയുടെ മൊത്തം സംസ്ഥാന ഉൽപ്പാദനവുമായുള്ള അനുപാതം കൂടി. GSTP നഷ്ടപരിഹാരത്തിന് ഒന്നിന് പിന്നാലെ ഒന്നായി കിട്ടിയ വായ്പ കടമായി പരിഗണിച്ചില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശയ്ക്കായി വിനിയോഗിച്ചത് ആശങ്കയുണ്ടാക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് വിപണി വില ഈടാക്കാതെ അനർഹർക്ക് ഭൂമി പതിച്ചു നൽകിയെന്ന സുപ്രധാന കണ്ടെത്തലുകളും CAG നടത്തി. പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു. പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു.
24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി റദ്ദാക്കി. അജ്ഞാതമായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ട് എന്നും കോടതി കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ടുകൾ നിലവിൽ വന്ന 6 വർഷത്തിനു ശേഷമാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ: ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ്. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് കൈക്കൂലിയായി മാറാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് മാത്രം നേട്ടമാകുമെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കും. പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ബാങ്കിനോ പാർട്ടികൾക്കോ അവകാശമില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ അടങ്ങുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. SBI പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി വന്നിരുന്നത്. ഇതുവരെ വിറ്റ മുഴുവൻ ബോണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കാൻ സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാർ. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയ്ക്ക് പുറമെ കോൺഗ്രസും CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ BJPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി. ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കുതിരക്കച്ചവടത്തിനും ബോണ്ടിലൂടെ ലഭിച്ച തുക BJP ഉപയോഗിച്ചുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. കൈക്കൂലി വാങ്ങാനുള്ള മോദി സർക്കാരിന്റെ വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞതായി രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനും BJPക്കും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുതാര്യമെന്നും കള്ളപ്പണം തടയാൻ കഴിയുമെന്നും അവകാശപ്പെട്ടാണ് BJP 2018 ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി വിധി പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവെക്കുന്നു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് കിട്ടിയതിന്റെ 7 ഇരട്ടി തുകയാണിത്. BJPക്ക് കൈക്കൂലിയും കമ്മീഷനും വാങ്ങാനുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നാൽ അത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. 24 ഡൽഹി. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന നിർണായക ചർച്ച 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവർ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. അംബാല, കുരുക്ഷേത്ര അടക്കം 7 ജില്ലകളിൽ ഈ മാസം 17 വരെയാണ് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ചർച്ച ഇപ്പോഴെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 3 മണിക്കൂർ പിന്നിടുന്നു ചർച്ച. ഒരു സമവായം രൂപപ്പെടാനുള്ള സാധ്യത എത്രത്തോളം, നിതിൻ? വൈകിട്ട് 5 മണിക്കാണ് ചർച്ച ആദ്യം നിശ്ചയിച്ചെങ്കിലും മന്ത്രിമാർ എത്താൻ വൈകിയതിനെ തുടർന്നാണ് വൈകിട്ട് 7 മണിക്ക് ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷക സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം മിനിമം താങ്ങുവിലയിൽ ഒരു നിയമനിർമ്മാണം വേണമെന്നൊരു ആവശ്യമാണ് കർഷക സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ചർച്ചയിലും ഇതേ ആവശ്യം തന്നെയാണ് കർഷക സംഘടനകൾ ഉന്നയിച്ചത്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ ഒരു അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല. അതിനെ തുടർന്നാണ് പിന്നീട് കർഷകർക്ക് സമരവുമായി രംഗത്ത് ഇറങ്ങേണ്ടി വന്നത്. നിലവിൽ ഇപ്പോൾ ശംഭു അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും പിന്നീട് ഇപ്പോൾ ചർച്ച നടത്തുകയും ചെയ്യുന്നത്. ചർച്ച പരാജയപ്പെട്ടാൽ
കർഷകർ നേരെ ഡൽഹിയിലേക്ക് മുന്നോട്ട് പോകും. നിലവിൽ ഇപ്പോൾ ശംഭുവനത്തിൽ ക്യാമ്പ് ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ കർഷകർ പഞ്ചാബിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ചയുടെ ഔദ്യോഗിക വിഭാഗമാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ സമരം പരാജയപ്പെട്ടാൽ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ നാളെ ശംഭു അതിർത്തിയിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് ഇപ്പോൾ സുരക്ഷാ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിർണായക ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നു. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഈ ചർച്ചയിലാകും ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക. ചർച്ചയിൽ മിനിമം താങ്ങുവിലയിൽ ഉറപ്പ് അല്ലെങ്കിൽ കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് കർഷകർ പിന്നോട്ട് പോവുകയുള്ളൂ. അതല്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകും എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയാണ്. കർഷകരും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. കേന്ദ്ര സർക്കാർ നൽകാനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാക്കുന്നതിനായി ത്രികക്ഷി കരാർ ഒപ്പുവെക്കാൻ മന്ത്രിസഭ വ്യവസ്ഥകളോടെ അനുമതി നൽകി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും സർക്കാരും നൽകിയ കേസുകൾ പിൻവലിക്കും എന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനിയുമായി ത്രികക്ഷി കരാർ ഒപ്പുവെക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയത്. സർക്കാർ മുന്നോട്ടുവെക്കുന്ന വ്യവസ്ഥകൾ ഇവയൊക്കെ. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദാനിയും സർക്കാരും നൽകിയ കേസുകൾ പിൻവലിക്കും. പദ്ധതി പൂർത്തീകരിക്കാനുള്ള കാലതാമസം മാപ്പാക്കി. ഈ വർഷം ഡിസംബർ 3 ആദ്യഘട്ട പദ്ധതി പൂർത്തിയാക്കണം. 2045 പൂർത്തിയാക്കേണ്ട 2ഉം 3ഉം ഘട്ടം 2028 പൂർത്തിയാക്കാൻ വ്യവസ്ഥ ചെയ്യും. പദ്ധതി കാലയളവ് നീട്ടി നൽകിയതിനാൽ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള 219 കോടി ഇക്വിറ്റി സപ്പോർട്ട് തടഞ്ഞുവെക്കും. ഇത് 2ഉം 3ഉം ഘട്ടം പൂർത്തിയാകുമ്പോൾ തിരികെ നൽകും. 2034 തന്നെ സർക്കാരിന് വരുമാനത്തിന്റെ വിഹിതം നൽകി തുടങ്ങണം. വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് അംഗീകരിച്ചാൽ ത്രികക്ഷി കരാർ ഒപ്പുവെക്കുന്നതിന് സർക്കാർ തുടർ നടപടി സ്വീകരിക്കും. ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം. സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു. പൊതുവിപണിയിലെ വില വർദ്ധിക്കുന്നതനുസരിച്ച് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലയും ഇനി മുതൽ കൂടും. 3 മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് പുതുക്കി നിശ്ചയിക്കാനാണ് സപ്ലൈകോയ്ക്ക് അനുമതി ലഭിച്ചത്. പുതുക്കിയ വില അനുസരിച്ച് ചെറുപയറിന് 19 രൂപയും ഉഴുന്നിന് 29 രൂപയും വർദ്ധിക്കും. അരിയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയരും. സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. 2016 മുതൽ നിശ്ചിത വിലയാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ഈടാക്കിയിരുന്നത്. പൊതുവിപണിയിൽ വില വർദ്ധിച്ചാലും ഇതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ പൊതുവിപണിയിലെ വില വർധനയ്ക്ക് അനുസൃതമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. 3 മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് വില നിശ്ചയിക്കും. സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ 13 അവശ്യ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണ്. ചെറുപയർ കിലോഗ്രാമിന് 74 രൂപയിൽ നിന്ന് 93 രൂപയായി ഉയർന്നു. ഉഴുന്ന 66 നിന്ന് 95 രൂപയായും വൻകടല 43 നിന്ന് 70ആയും വൻപയർ 45 നിന്ന് 76ആയും വർദ്ധിക്കും. തുവരപ്പരിപ്പ് 45 നിന്ന് 111 രൂപയായി. മുളക് അര കിലോയ്ക്ക് 82 രൂപ നൽകണം. പഞ്ചസാര 22 രൂപയിൽ നിന്ന് 28ആയും വെളിച്ചെണ്ണ അര കിലോ 46 നിന്ന് 55ആയും വർദ്ധിച്ചു. ജയ അരി 29, കുറുവ 30, മട്ടയരി 30, പച്ചരി 26 എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്ന മന്ത്രി GR അനിൽ. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരുത്തിയാൽ അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. 28% സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച സമിതി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തിയാണ് മന്ത്രിസഭാ യോഗം 35% സബ്സിഡി അനുവദിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പാവപ്പെട്ടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി ജീവിക്കണങ്ങളാണ്. അപ്പോൾ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങണം, ജീവിക്കണ്ടേ. സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പോൾ സബ്സിഡിയുള്ള സാധനമില്ല. നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്നത് ഇപ്പോൾ ഈ മാവേലി സ്റ്റോറൊക്കെ ആശ്രയിച്ചിട്ടല്ലേ, അതൊന്നും ഇല്ല. ഇപ്പോൾ 70% വരെ സബ്സിഡിയാണ് നിലവിൽ നൽകി വന്നത്. 24 തിരുവനന്തപുരം. സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ വില വർധനയിൽ സ്തംഭിച്ച് നിയമസഭയുടെ അവസാന ദിനം. സഭയിൽ ചർച്ച കൂടാതെയാണ് വില കൂട്ടിയതെന്നും സർക്കാർ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും പ്രതിപക്ഷം സബ്മിഷനായി ഉന്നയിച്ചു. എന്നാൽ കാലോചിതമായ സബ്സിഡി പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചതോടെ സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരുണ്ടായി. പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്രതിഷേധിച്ചതോടെ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു.
സപ്ലൈകോ വിലവർദ്ധനവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. വിലവർദ്ധനവ് സഭയിൽ ചർച്ച ചെയ്യാതെ നടപ്പിലാക്കുന്നത് സഭയോടുള്ള അവഹേളനമാണെന്നും വില വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാർ തന്നെ ഉറപ്പു നൽകിയതാണെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു. സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിന്റെ ആഘാതമുണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാൻ ഇടയാകുകയും ചെയ്യും. മാതൃകാപരമായ വിപണി ഇടപെടലിനായി സബ്സിഡിയിൽ കാലോചിതമായ പരിഷ്കാരം ആവശ്യമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ, അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തി. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തളത്തിലേക്ക്. ഭരണപക്ഷവും സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ സഭയിൽ ബഹളമായി. ധനവിനിയോഗ വോട്ട് ഓൺ അക്കൗണ്ട് ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ടും വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ പാസാക്കി. തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നവകേരള യാത്രക്കെതിരെ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ചത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും, ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി. 24 തിരുവനന്തപുരം. വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. മേഖലയിൽ രാത്രി DJ പാർട്ടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. മയക്കുവെടി വെക്കുന്നതിലെ കാലതാമസം പരിഹരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കും. വലിയ വന്യജീവികൾ വരുന്നത് തടയാൻ പുതിയ ഫെൻസിംഗ് രീതികൾ പരീക്ഷിക്കും. സ്വകാര്യ എസ്റ്റേറ്റുകളിലെ അടിക്കാട് നീക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തുന്ന കാര്യം കർണാടക സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വന്യജീവി ആക്രമണം തടയാൻ റവന്യൂ, പോലീസ്, വനം ഉദ്യോഗസ്ഥർ ചേർന്ന വാർ റൂം സജ്ജമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കി ഏകോപന സമിതിയും രൂപീകരിക്കും. മയക്കുവെടി വെക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, വനംവകുപ്പ് എന്നിവരുടെ ഒരു കൂട്ടായ്മയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിലുൾപ്പെടെ കാലതാമസം ഒഴിവാക്കാൻ അത് ത്വരിതപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വയനാട് ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനങ്ങൾ എടുത്തത്. 24 തിരുവനന്തപുരം. മാനന്തവാടിയിലെ ആളക്കൊല്ലി മോഴിയാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം 5ാം ദിവസവും ഫലം കണ്ടില്ല. തോൽപ്പെട്ടി വനമേഖലയിലെ മാനിവയലിലും കുതിരക്കോടും ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ബേലൂർ മഗ്ന ഇപ്പോഴുണ്ട്. കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘവും ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകും. പുലർച്ചെ അതിശൈത്യവും പകൽ കുംഭച്ചൂടിന്റെ കാഠിന്യവും നിറഞ്ഞ പ്രതികൂല കാലാവസ്ഥയിലും ബേലൂർ മഗ്നയെ പിടിക്കാൻ ദൗത്യം തുടരുകയാണ് വനംവകുപ്പ്. മാനിവയൽ കുതിരക്കോട് മേഖലയിലാണ് ഇന്ന് ആനയുടെ സാന്നിധ്യം. 100 മീറ്റർ വരെ അടുത്തെത്തിയിട്ടും മയക്കുവെടി വയ്ക്കാൻ പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശം അനുവദിക്കുന്നില്ല. ഇടതൂർന്ന വനമേഖലയായതിനാൽ ആകാശ നിരീക്ഷണവും പലപ്പോഴും പ്രതിസന്ധിയിലാണ്. കേരള വനംവകുപ്പിലെ 200 അംഗ സംഘത്തിന് പുറമെ കർണാടകയിലെ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 25 അംഗ സംഘവും തെരച്ചിലിന്റെ ഭാഗമായി ടൈഗർ, എലിഫന്റ് ടാസ്ക് ഫോഴ്സുകളാണ് ബേഗൂരിൽ എത്തിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ സമാനമായ നിരവധി ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്കറിയ നാളെ തിരുനെല്ലിയിൽ എത്തും. ദൗത്യം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 100% അരുൺ സക്കറിയനെ പോലത്തെ ഡോക്ടർമാർ വരുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട്. ആളുകളെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹർത്താൽ പ്രതിവിധിയാണ്. നിങ്ങളെല്ലാം കാണുന്നില്ലേ, പുറത്തിറങ്ങാൻ പറ്റൂല, സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. തിരുനെല്ലിയിലെ 6 വാർഡുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കുതിരക്കോട്, ബാവലി, ബേഗൂർ, ചേലൂർ, പനവല്ലി, ആലത്തൂർ വാർഡുകളിലാണ് നിരോധനാജ്ഞ. ബേലൂർ മഖനയ്ക്കൊപ്പം ഇന്നുമുണ്ട് മോഴയാനയുടെ സാന്നിധ്യം. ജനവാസ മേഖലകളാണ് അടുത്തുള്ളത്. ഇവിടേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത തുടരുന്നുണ്ട് വനംവകുപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ ജനവാസ മേഖലയിൽ 2 ദിവസമായി നിലയുറപ്പിച്ച കാട്ടാനയെ കാട് കയറ്റി. കലഞ്ഞൂരിലെ ജനവാസ മേഖലയായ പാച്ചാണ്ടിക്കുളം,
പൂമതിരിക്കുഴി റോഡ് മുറിച്ചു കടന്നാണ് സമീപത്തെ യൂക്കാലി റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒറ്റക്കൊമ്പൻ 2 ദിവസമായി നിലയുറപ്പിച്ചത്. ഇന്ന് ഉച്ചയോടെ ആനയുടെ അടുത്തെത്തിയ വനപാലക സംഘം വെടിപൊട്ടിച്ച് ശബ്ദമുണ്ടാക്കിയ ആനയെ വനത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേ കെയറിൽ ഗുരുതര വീഴ്ച. ഡേ കെയറിൽ നിന്ന് 2 വയസ്സുകാരൻ 1.5 കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തി. കുട്ടികളെ ഏൽപ്പിച്ച് 3 അധ്യാപകർ കല്യാണത്തിന് പോയപ്പോഴാണ് സംഭവമുണ്ടായത്. നേമം പോലീസും ചൈൽഡ് ലൈനും കേസെടുത്തു. വെള്ളായണി കാക്കാമൂലയിലെ സോർഹിൽ നഴ്സറി സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ചയാണ് 2 വയസ്സുകാരൻ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തിയത്. 1.5 കിലോമീറ്ററാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നത്. സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിതാണ് പേടിച്ചും കരഞ്ഞും തിങ്കളാഴ്ച വീട്ടിലെത്തിയത്. അതിൽ ഡേ കെയറുകാർക്ക് അബദ്ധം പറ്റി. കാരണം അവർ 4 പേരുണ്ടായിരുന്ന സമയത്ത് 3 പേര് കല്യാണത്തിന് പോയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ വേറെ കുഞ്ഞുങ്ങൾ എന്തോ ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞ് ഇറങ്ങിപ്പോയത്. സ്കൂളിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ കുട്ടിയെ കാണാതായ വിവരം അറിയുന്നതെന്നും വീട്ടുകാർ പറയുന്നു. സ്കൂളിലെ 30 വിദ്യാർത്ഥികളെയും ഏൽപ്പിച്ച 3 അധ്യാപകർ സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് കുട്ടി റോഡിലേക്ക് ഇറങ്ങിയത്. സംഭവത്തിൽ നഴ്സറി സ്കൂൾ അധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2 ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി. 1 ജീവനക്കാരിക്ക് താക്കീതും നൽകി. അതേസമയം രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ചൈൽഡ് ലൈനും നേമം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എനിക്ക് പിന്നിൽ ഈ കാണുന്ന വിജനമായ വഴിയിലൂടെ 1.5 കിലോമീറ്റർ താണ്ടിയാണ് 2 വയസ്സുകാരൻ വീട്ടിലെത്തുന്നത്. കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് രക്ഷിതാക്കൾ ഡേ കെയർ ഹോമുകളിലാക്കുന്നത്. അവിടെ സുരക്ഷിതത്വം ഒരുക്കേണ്ടത് ഡേ കെയർ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ഇനി അതിനവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. ആലപ്പുഴ കാട്ടൂരിൽ 12 വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്താണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ നടക്കും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ എന്താണ്? നിലവിൽ റിജിത്ത്, ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ കൂടി വീട്ടിൽ എത്തി, സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി. പിന്നീട് അസ്വസ്ഥനായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പിന്നീട് വൈകിട്ടാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് മരണകാരണം? അതായത് ആത്മഹത്യയാണെന്നാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മനസ്സിലാകുന്നത്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. ഒപ്പം തന്നെ അത് ആത്മഹത്യയാണെങ്കിൽ കൂടി എന്താണ് മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്നാൽ 12 വയസ്സ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ പൂർത്തിയാകും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ശവസംസ്കാര ചടങ്ങ് നടക്കുക. മനോജ് മീര ദമ്പതികളുടെ മകനാണ്. പ്രണവാണ് ജ്യേഷ്ഠൻ. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആന്റണി രാജു ചടങ്ങിന് 1 മണിക്കൂർ മുമ്പ് ബസ്സുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന വേദിയിൽ ഇലക്ട്രിക് ബസ്സുകൾക്കെതിരായ നിലപാട് KB ഗണേഷ് കുമാർ തിരുത്തി. ഗതാഗത വകുപ്പിൽ അടിമുടി പ്രശ്നമാണ്. KSRTC CMDയുടെ അവധി, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വകുപ്പ് മന്ത്രിയുടെ പരസ്യ ശകാരം. ഒടുവിൽ ഗതാഗത മന്ത്രിയും മുൻ മന്ത്രിയും തമ്മിലുള്ള പോര് മറനീക്കി പുറത്തുവന്നു. KSRTC പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടി നേരത്തെ നിശ്ചയിച്ചത് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിലെ പുത്തരിക്കണ്ടം മൈതാനത്ത്. എന്നാൽ സ്ഥലം MLA ഒഴിവാക്കാൻ തൊട്ടടുത്ത മണ്ഡലമായ വട്ടിയൂർക്കാവിലെ വികാസ് ഭവനിലേക്ക് പരിപാടി മാറ്റിയെന്ന് ആക്ഷേപം. നീക്കത്തിൽ പ്രതിഷേധിച്ച് ആന്റണി രാജു ഉദ്ഘാടന ചടങ്ങിന് 1 മണിക്കൂർ മുൻപ് വികാസ് ഭവനിലെത്തി ബസ്സുകൾ സന്ദർശിച്ചു. ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണെന്നും പരിപാടിയുടെ വേദി മാറ്റിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും മുൻമന്ത്രി ആന്റണി രാജു. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടന കർമ്മം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞായതുകൊണ്ട്, എൻ്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മുന്നണി ഇടപെട്ടതോടെ നിലപാട് മയപ്പെടുത്തിയ KB ഗണേഷ് കുമാർ ഉദ്ഘാടന വേദിയിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക,
എന്ന ലക്ഷ്യത്തോടെ വളരെയധികം മുന്നേറാൻ ഈ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നഷ്ടത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഓടുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ 0യ്ക്ക് താഴെയാണ് വരുന്നത്. അത് മാറ്റും. ഗതാഗത മന്ത്രിയും മുൻ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള പോരിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെടുമോ എന്നതാണ് ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് CMRൽ മണൽ കടത്തിയതിന് എന്ത് തെളിവ് എന്ന ചോദ്യവുമായി ലോകായുക്ത. തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് CMRലിനെ കക്ഷി ചേർത്തില്ല എന്നും കോടതി ചോദിച്ചു. തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവ് തോട്ടപ്പള്ളി കേസിൽ കൊണ്ടുവന്നതിന്റെ പ്രസക്തിയും ലോകായുക്ത ചോദ്യം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി തീരാതെ UDF. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ഇതുവരെയും അനുനയം സാധ്യമായിട്ടില്ല. മാറ്റിവെച്ച UDF ഏകോപന സമിതി യോഗം എന്ന് ചേരുമെന്നതിലും തീരുമാനമായില്ല. തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാത്ത ഗവർണർ RN രവിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സഭയെയും ജനാധിപത്യത്തെയും ഗവർണർ അപമാനിച്ചുവെന്ന് സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേർ കൂടി അറസ്റ്റിൽ. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ മൂന്നാറിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. പാലക്കാട് തൃത്താലയിൽ അതിരുവിട്ട് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ആഘോഷം. വാടകയ്ക്കെടുത്ത ആഡംബര വാഹനങ്ങളുമായി നടുറോഡിൽ വിദ്യാർത്ഥികൾ അഭ്യാസ പ്രകടനം നടത്തി. നാട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തു. തിരുവല്ലയിൽ ആൾമാറാട്ട പരാതിയിൽ CPIM അന്വേഷണം. നിരവധി കേസുകളിൽ പ്രതിയായ ആളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തി വിവാഹത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാരെ പ്രേരിപ്പിച്ചുവെന്ന പരാതിയിലാണ് അന്വേഷണം. ഏരിയ കമ്മിറ്റി അംഗം കൊച്ചു പ്രകാശ് ബാബുവിനെതിരെ നെടുമ്പ്രം ലോക്കൽ സെക്രട്ടറി വിനയചന്ദ്രന്റെ പരാതിയിലാണ് CPIM അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. അമ്പലപ്പുഴ സ്വദേശിയുമായാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിരുവല്ല പൊടിയാടി സ്വദേശിയായ യുവാവ് വിവാഹത്തിന് നീക്കം നടത്തിയത്. മുൻപ് RSSൽ നിന്ന് CPIMൽ ചേർന്ന ഇയാൾ പോക്സോ കേസിൽ ഉൾപ്പെട്ടതോടെ പാർട്ടി പുറത്താക്കിയിരുന്നു. വധുവിന്റെ വീട്ടിലെത്തി നെടുമ്പ്രം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനയചന്ദ്രനാണെന്ന വ്യാജേനെ വിവാഹം നടത്തിയെടുക്കാൻ ഏരിയ കമ്മിറ്റി അംഗം കൊച്ചു പ്രകാശ് ബാബു ശ്രമിച്ചെന്നാണ് പരാതി. പിന്നീട് പാർട്ടി നേതാക്കൾ അന്വേഷണം നടത്തിയതോടെ വിനയചന്ദ്രന്റെ പേരിൽ ആൾമാറാട്ടമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ടു. ഇതോടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനയചന്ദ്രൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. കഴിഞ്ഞ ദിവസം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ പരാതി അന്വേഷിക്കാനായി ഏരിയ കമ്മിറ്റി അംഗം ജിനോ മാത്യുവിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം കൊച്ചു പ്രകാശ് ബാബുവിനെതിരെ ദേവസ്വം ബോർഡ് നിയമനത്തിന് പണം വാങ്ങിയെന്ന പരാതിയിൽ മറ്റൊരു അന്വേഷണവും നടക്കുന്നുണ്ട്. ശ്രീജു ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു വശത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുകയും മറുവശത്ത് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പറ്റിയ പണി നാടക കമ്പനിയാണെന്ന് ഗവർണർ പരിഹസിച്ചു. ഗവർണർക്കെതിരെ ഇന്നും തൃശൂരിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിലായി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. 10ാമത് മുജാഹിദ് മർക്കസ് ഉദവ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി. പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കോൺസുൽ ജനറൽ ഡോക്ടർ അബ്ദുറാസിഖ് അബൂ ജസർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സമ്മേളനം സ്വാഗതം ചെയ്തു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചമെന്ന പ്രമേയത്തിൽ കരിപ്പൂരിൽ ഇന്നു മുതൽ 4 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കോൺസുലർ ജനറൽ ഡോക്ടർ അബ്ദുറാസിഖ് അബൂ ജസർ ഉദ്ഘാടനം ചെയ്തു. وهذا الخليط وهذا المزيج المتميز الذي يعد مدرسة من مدارس التعايش ومدارس المحبة في العالم أن يظل على نفس ما عرفناه. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരുകളെയാണ് ലോകത്തിനാവശ്യമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം സ്വാഗതം ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും തുല്യനീതിയും രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന നിലവിലുള്ള സ്ഥിതിവിശേഷം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KNM മർക്കസ് ദഅവ പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി, MP മാരായ എളമരം കരീം, ബിനോയ് വിശ്വം, PMA സലാം എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ 300ഓളം പേർ സംസാരിക്കും. 24 മലപ്പുറം. വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ എഡ്രൂട്ട്സ് ഇന്റർനാഷണലിന്റെ
എഡ്റൂട്ട് അബ്രോഡ് എഡ്യു എക്സ്പോ ഈ മാസം 17 കൊച്ചിയിലും 24 തിരുവനന്തപുരത്തും നടക്കും. 10ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ എക്സ്പോയിൽ പങ്കെടുക്കും. കുട്ടികളെ നേരിട്ട് കണ്ട് വിദേശ പ്രതിനിധികൾ കരിയറിനെക്കുറിച്ചുള്ള നിർദ്ദേശം നൽകും. വിദേശ സർവകലാശാലകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും സ്കോളർഷിപ്പുകളെക്കുറിച്ചും എക്സ്പോ വഴി വിവരങ്ങൾ അറിയാം. എക്സ്പോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ www.edroots.com എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പ്രവേശനം സൗജന്യമാണ്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവല്ലം കസ്റ്റഡി മരണക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചു. സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന സുരേഷ് വി നായർ, SI-മാരായ വിപിൻ പ്രകാശ്, സജികുമാർ, ഹോംഗാർഡ് വിനു എന്നിവരെയാണ് പ്രതി ചേർത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം വർക്കലയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പനയറ SNVHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അഖിലയാണ് മരിച്ചത്. KSRTC ജീവനക്കാരുടെ കഴിഞ്ഞ മാസത്തെ ആദ്യഘട്ട ശമ്പളം വിതരണം ചെയ്തു. സർക്കാർ നൽകിയ 30 കോടി രൂപയും 7 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുമാണ് ശമ്പളം നൽകിയത്. കേരളയടക്കമുള്ള സർക്കാർ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ വിന്യസിച്ച ഉദ്യോഗസ്ഥരുടെ നിയമനത്തിന് തുടർച്ചാനുമതി. 205 തസ്തികകൾക്കാണ് തുടർച്ചാനുമതി നൽകിയത്. 2023 ഓഗസ്റ്റ് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അനുമതി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കേരളിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥരെ ആദ്യം പുനർവിന്യസിച്ചത്. പിന്നീട് വിവിധ വകുപ്പുകളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഇവരെ മാറ്റിയിരുന്നു. ആലുവ കുട്ടമശ്ശേരിയിൽ കാറടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 7 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. നിഷികാന്തിനെ വെന്റിലേറ്ററിൽ നിന്ന് താൽക്കാലികമായി മാറ്റി. കരളിന്റെ പരിക്ക് സാരമുള്ളതിനാൽ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് കുട്ടി. മുൻ MPയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മഹുവ മൊയ്ത്രയ്ക്ക് ED നോട്ടീസ്. ഈ മാസം 19 ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച കേസിലാണ് EDയുടെ നോട്ടീസ്. ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധന നടത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് നടപടി. പരിശോധന മുൻകൂട്ടി വനംവകുപ്പ്, ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹർജിക്കാരി എന്നിവരെ അറിയിക്കണം. ഹർജി 4 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.